യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള, പ്രത്യാശ നൽകുന്ന, സമാധാനം നൽകുന്ന, പ്രതിസന്ധികളെ മാറ്റുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ വചനത്തെ സ്വീകരിക്കുന്ന മിനിറ്റുകളാണിത്. ഈ നാളുകൾ വരെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അത് സ്വീകരിച്ചവരിൽ നിന്നും, പ്രസംഗിച്ച എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, വഴിയും സത്യവും ജീവനുമായ യേശുവിനെ ഒരാൾക്ക് ലഭിച്ചാൽ, വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൻ്റെ വചനത്തെ ഒരാൾക്ക് ലഭിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും ഒരു വഴിത്തിരിവിന് കാരണമാകുമെന്ന് എനിക്ക് നല്ല ബോധ്യവും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ നിനക്ക് കിട്ടിയാൽ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഒരാൾക്ക് ലഭിച്ചാൽ, അതൊരാളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മാസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം ചോദിച്ചുകൊണ്ടാണ്. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാസമാണിത്. ഒരുപാട് പേർ ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, നിയോഗത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഈ ആലയത്തിൽ ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് വരാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. എന്നാൽ ഇതു കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നും പറഞ്ഞ് കല്ലുമായി ആളുകൾ ഓടിക്കൂടി. അവൾ ചെന്നു നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ അടുത്താണ്. യേശു ആ ജനത്തോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അന്നേരം എഴുതിയിരിക്കുന്ന ഭാഗമാ, ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒരുപാട് പ്രശ്നങ്ങൾ പുറകെ ഉണ്ടായിരുന്നു. ദൈവസന്നെ യേശുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മുതൽ ഓരോന്നോരോന്ന് പോകാൻ തുടങ്ങി. ഓരോരുത്തരായി സ്ഥലം വിട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നമ്മളെ ഞെരുക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ടെൻഷൻസ് എല്ലാം വരും. നമ്മളെ വല്ലാതെ അത് കറക്കും, നമ്മളെ വല്ലാതെ അത് ക്ഷീണിപ്പിക്കും, മനസ്സിനെ ദുഃഖിപ്പിക്കും, ഭയപ്പെടുത്തും. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നും. കാരണം ഒന്നിനു പുറകെ ഓരോന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ്. എന്നാൽ എന്നാണോ, ഏതു നിമിഷമാണോ അവൾ യേശുവിൻ്റെ അടുത്തു നിന്നത്, യേശുവിൻ്റെ അടുത്തെത്തിയത്, അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ഓരോന്നായി കൂടിയെന്നല്ല, പ്രശ്നങ്ങൾ ഓരോന്നായി വർദ്ധിച്ചുവെന്നല്ല, ഓരോന്നായി പോയി തുടങ്ങിയെന്നാണ്. ഓരോരുത്തരായി സ്ഥലം വിട്ടതുപോലെ ഇന്നും ദൈവവചനം കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിൻ്റെ പല വശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ പറയും, മുഴുവൻ പ്രശ്നമാണ്, ഓരോന്നിങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ദൈവവചനം കേൾക്കുന്ന, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഈ സമയം പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറുവാൻ, എൻ്റെ പ്രതിസന്ധികൾ മാറുവാൻ എന്നോട് കരുണയായിരിക്കണമേ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, യേശു ആ ജനത്തോട് പറഞ്ഞോ ഓരോരുത്തരായി വേഗം വേഗം പോകാൻ? ഇല്ല. അവിടെ ആ വ്യക്തി, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ അടുത്ത് നിന്നതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഓരോന്നായി പോകാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങി. നിങ്ങളും വിശ്വസിക്കാമോ? ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഓരോന്നായി മാറും. എൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓരോന്നായി മാറും.
എൻ്റെ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി മാറും. ഓരോന്നായി അത് മാറും. ഓരോ പ്രതിസന്ധികളും മാറും. ആ രോഗപീഠ മാറും. ആ സാമ്പത്തിക പ്രതിസന്ധി മാറും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു അത്ഭുതം നടക്കും. ഓരോന്നായി പോകാൻ തുടങ്ങി. അടുത്ത വാക്യം എഴുതിയിരിക്കുവാണ്, 9-ാമത്തെ വാക്യം. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. അവർ രണ്ടുപേരും മാത്രമായി. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരുപാട് പേരുണ്ട്. സമ്പത്തുള്ളപ്പം, ആരോഗ്യമുള്ളപ്പം, സ്ഥാനമാനങ്ങളുള്ളപ്പോൾ, എല്ലാം കീശ നിറയെ പണവും ഓടിക്കാൻ വാഹനവും എല്ലാം ഉള്ളപ്പോൾ ചുറ്റും ഒരുപാട് ആളുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ട് നോക്കട്ടെ. ഒന്ന് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ആരും ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യുമ്പം ഇതേ അനുഭവം, യേശു ഞാനും മാത്രം. എൻ്റെ ആ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നിൽക്കാൻ യേശു മാത്രം. സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, പ്രിയപ്പെട്ടവരില്ല, മിത്രങ്ങളില്ല, പണ്ട് വലിയ വർത്തമാനം പറഞ്ഞവരില്ല, വന്നുപോയവരില്ല. അയച്ച മെസ്സേജിന് ഒരു മറുപടി തരാൻ തന്നെ മടിയാ. 3-4 പ്രാവശ്യം വിളിച്ചിട്ടും തിരിച്ച് വിളിച്ചു പോലും ഇല്ല. മിസ് കോൾ പോലും ഇങ്ങോട്ട് വിടിയല്ല, ഒരു മെസ്സേജ് പോലും ഇടില്ല. പ്രതിസന്ധി വരുമ്പം ഈ സ്ത്രീ അനുഭവിച്ചൊരു കാര്യമുണ്ട്, യേശുവും ആ വ്യക്തിയും മാത്രം. നമ്മുടെ പ്രശ്നങ്ങളിലും കുറേ പേര് നമുക്ക് കൂടെ ഉണ്ടാകുമെന്നൊന്ന് ചിന്തിക്കില്ല കേട്ടോ. ആരും ഉണ്ടാകത്തില്ല. ഞാനും എൻ്റെ ദൈവവും മാത്രമായിരിക്കും. അതൊത്തിരി പേരുടെ അനുഭവമാണ്. ആ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവം മാത്രമാണ് എനിക്ക് ശക്തിയായിരുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് ശക്തിയായിരുന്നത്. ദൈവം നിൻ്റെ കൂടെയുണ്ട്. പ്രശ്നങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങും. പ്രതിസന്ധികൾ ഓരോന്നായി മാറാൻ തുടങ്ങും. അതിനുശേഷം യേശു ചോദിച്ചു, 10-ാമത്തെ വാക്യം, യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? അവരെന്തിയേ? ആ പ്രശ്നം എന്തിയേ? ആ കല്ലുവായി വന്നവരെന്തിയേ? നീ തോക്കുമെന്ന് പറഞ്ഞവരെവിടെ? നീ രക്ഷപ്പെടുകയാലെന്ന് പറഞ്ഞവരെവിടെ? നിന്റെ രോഗം സൗഖ്യമാകുകയാലെന്ന് പറഞ്ഞവരെവിടെ? നിന്റെ പിള്ളേരുടെ വിവാഹമൊന്നും നടക്കുകയില്ലെന്ന് പറഞ്ഞവരെവിടെ? നിനക്കൊരു കഴിവുമില്ലെന്ന് പറഞ്ഞവരെവിടെ? നിനക്കൊരു പ്രാപ്തിയില്ല, കഴകത്തില്ലെന്ന് പറഞ്ഞവരെവിടെ? നീ ഒന്നും രക്ഷപ്പെടുകയല്ല, നിന്റെ മക്കളൊന്നും രക്ഷപ്പെടുകയല്ല, ഒന്നും ആകുകയല്ലെന്നൊക്കെ പറഞ്ഞവർ എവിടെ? ഈ പ്രശ്നം എന്നെ മൂടും, ഈ പ്രതിസന്ധി എന്നെ മൂടും, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച സാഹചര്യം എവിടെ? ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഓർത്തേ, നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറും. അതൊക്കെ എവിടെ? ആ പ്രശ്നങ്ങൾ എവിടെ? ആ കല്ലുമായി വന്നവരെവിടെ? കൊല്ലൂന്ന് പറഞ്ഞവരെവിടെ? കാണാനില്ല, എല്ലാം പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഇന്നുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചു ദൈവം എൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കും. അതേ ദൈവത്തിലാണ് ഞാനിന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഒന്ന് ചേർത്ത് വെച്ചേ. ഓരോ പ്രയാസങ്ങൾ ഓരോന്നായി മാറും. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളാണ്, ഓരോന്നായി അത് മാറും. എൻ്റെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി പരാജയമാണ്, പരാജയപ്പെടുത്തുകയാണ്, നഷ്ടമാണ്. ഓരോന്നോരോന്നായി അത് മാറി വരും. ഓരോന്നോരോന്നായി അത് മാറി വരും. വിശ്വാസത്തിൽ ഈ ഒരു വാക്ക് നിങ്ങൾ പ്രഖ്യാപിച്ച്, എൻ്റെ പ്രയാസങ്ങൾ ഓരോന്നോരോന്നായി മാറുമെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു. അവർ എവിടെ? വെല്ലുവിളിച്ചവരെവിടെ? കളിയാക്കിയവരെവിടെ? തകരുമെന്ന് പറഞ്ഞവരെവിടെ? രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞവരെവിടെ? നിന്റെ കാര്യമൊന്നും ശരിയാകുകയില്ലെന്ന് പറഞ്ഞവരെവിടെ? ഇങ്ങനെ പറഞ്ഞവരെയൊന്നും കാണാനില്ല. നീ അനുഗ്രഹിക്കപ്പെടും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മനുഷ്യൻ, ലോകം, സമൂഹം എല്ലാം വിധിക്കും. അയൽക്കാർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ എല്ലാം വിധിക്കും. അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് വിധിക്കും. പക്ഷേ യേശു നിന്നെ ഒരിക്കലും വിധിക്കില്ല. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കി എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വിധിക്കുന്നതിന് പകരം മനുഷ്യൻ എന്തേലും കാണുമ്പോൾ അപ്പം തുടങ്ങും വിധി. അതങ്ങനെ വരുള്ളൂ, ഇതിങ്ങനെയൊക്കെ നടക്കുള്ളൂ, അതെനിക്ക് പണ്ടേ അറിയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ വിധിവാചകങ്ങൾ കേട്ട് ഭയപ്പെടരുത്. എല്ലാ കുറവുകളോടും കൂടെ, ഒരിക്കൽ ഞാൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞ വാക്ക് തന്നെയാണ്, എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല ദൈവം ഉള്ളിടത്തോളം കാലം നീ എവിടെയും തോക്കത്തില്ല, പരാജയപ്പെടുകയില്ല. ഓരോന്നായി മാറിക്കൊള്ളും. പ്രാർത്ഥിക്കാം.
ഇന്ന് ബുധനാഴ്ച ദിവസം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേട്ട ഈ കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാണ്, വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ വ്യക്തികളെയും ദൈവനാമത്തിൽ സമർപ്പിക്കുവാണ്. ദൈവമേ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ജീവിതത്തെ, കുടുംബത്തെ, ജോലിയെ, ആരോഗ്യത്തെ എല്ലാം സമർപ്പിക്കുന്നു. ഉചിതമായ അനുഗ്രഹമുള്ള ഉത്തരം അവർക്ക് നൽകണമേ. ഉചിതമായ അനുഗ്രഹമുള്ള ഉത്തരം അവർക്ക് നൽകണമേ. ഉചിതമായ അനുഗ്രഹമുള്ള ഉത്തരം അവർക്ക് നൽകണമേ. ഇന്നും ജീവിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് വ്യക്തമായി മനസ്സിലാകത്തക്ക വിധം പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, നല്ല ബന്ധങ്ങൾ നൽകണമേ, നല്ല ഭവനം നൽകണമേ, നല്ല ജീവിതം നൽകണമേ, നല്ല ഭാവി നൽകണമേ, നല്ല വിജയം നൽകണമേ, നല്ല വിശ്വാസം നൽകണമേ, നല്ല കൂട്ടുകാരെ നൽകണമേ, നല്ല വരുമാന മാർഗങ്ങൾ തുറന്നു തരണമേ, നല്ല വാഹനങ്ങൾ നൽകണമേ, നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നൽകണമേ, നന്മയായിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് തരണമേ. ഈ മാസത്തിൻ്റെ നിയോഗമാണ് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായാലും സ്വദേശത്തായാലും എവിടെയായാലും ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് ഇടപെടൽ സംഭവിക്കും. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ സർവാധിപനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, വചനം സ്വീകരിച്ചവരെ, എഴുതിയവരെ, അയച്ചു കൊടുത്തവരെ, വിശ്വസിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല അനുഗ്രഹമുള്ളൊരു വചനമാണ് കേട്ടത്. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. കാണുന്നത് വരെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ.